അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ ആർട്ട് ഗാലറിയിൽ കുട്ടികളുടെ ചിത്ര പ്രദർശനത്തിന് തുടക്കമായി. ചിത്രകലാകാരി ലീല പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ആർട്ട് ഗാലറിയിൽ കുട്ടികളുടെ ചിത്ര പ്രദർശനം ആരംഭിച്ചു. പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്ര പ്രദർശനം പ്രശസ്ത ചിത്രകലാകാരിയും അധ്യാപികയുമായ ലീല പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചുകുട്ടികളുടെ ഒരു ഷോ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ ക്ഷണിച്ചത് തന്നെ എനിക്ക് വലിയൊരു മഹാകാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചിത്രങ്ങൾ നന്നായിട്ടിരിക്കുന്ന കുട്ടികൾ ചിത്രം വരയ്ക്കുന്നത്, പിന്നെ നമുക്കൊന്നും ഇല്ലാത്തൊരു ഓപ്പർച്യൂണിറ്റി കുട്ടികൾക്ക്. അവർ ഈ പ്രായത്തിൽ അവർക്കൊരു ഗാലറി, അവരുടെ ചിത്രങ്ങൾ എക്സിബിറ്റ് ചെയ്യുക, ഇങ്ങനെ ഇതിനൊക്കെ അപ്പുറം ഈ ഒരു അറിവ് അവർക്ക് ഇത്ര ചെറുപ്പത്തിൽ കിട്ടി. എന്നെയൊക്കെ സംബന്ധിച്ചോളം എനിക്ക് ജയിക്കാനുള്ള ഒരു 10-20 വർഷം മുമ്പാണ് നമ്മൾ ആർട്ട് ഗാലറിനെ കുറിച്ചൊന്നും ശ്രദ്ധിച്ചിട്ടേ ഇല്ല. കാരണം നമുക്കതൊക്കെ അപ്രാപ്യമാണ്. അത്രയ്ക്ക് പൈസയും അതിൻ്റെ കോർഡിനേഷനും എല്ലാവരും. അപ്പം നമ്മുടെ ഇവിടെ ഈ മൂവാറ്റുപുഴ ആർട്ട് ഗാലറി ഏകദേശം 1 വർഷമായിട്ടെങ്കിൽ 7 ഷോകളും നടത്തി. ഞാനൊരു ഷോയിൽ ഭാഗമായിട്ടുണ്ട്. വളരെ നന്നായിട്ട് ഇപ്പം കുട്ടികൾക്ക് നല്ലൊരു പഠിക്കാനൊരു അവസരം, എക്സിബിഷൻ ഈ ചെറിയ രീതിയിൽ തന്നെ ഇപ്പം തന്നെ അവർക്ക് ഇങ്ങനെ ഒരു കൺസെപ്റ്റുമായിട്ട് പോകാൻ പറ്റും. അതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. ചിത്രകല അധ്യാപികയായ PK അഞ്ജലി ആടൽവി അധ്യക്ഷത വഹിച്ചു. ഗോപകുമാർ പാടപ്പാട്ട്, ഐസക് നെല്ലാട തുടങ്ങിയവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളായ 10 കുട്ടികൾ രചിച്ച ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഭദ്രകാളി പ്രതിഷ്ഠ മെയ് 14 രാവിലെ 9-നും 10-നും മധ്യേ.